എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഓടിപ്പടഞ്ഞ് സച്ചി റൂമിലേക്ക് വരുമ്പോൾ രേവതിനെ കണ്ടിട്ട് ഞെട്ടാണ്. രേവതി ആവട്ടെ മുല്ലപ്പൂവും പുതിയ സാരിയൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി സുന്ദരിയാവാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സച്ചി വാങ്ങി വരുന്നത്. സച്ചി രേവതിനെ കണ്ടിട്ടൊന്ന് ഷോക്കായിട്ട് രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, രേവതി ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാൽ പൂന്തോട്ടത്തിലെ ഒരു നല്ല പൂ പോലെ ഉണ്ടെന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നീട് സച്ചി രവിയേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, രവിയേട്ട ആ സമയത്ത് പേപ്പറൊക്കെ വായിച്ചിരിക്കുകയാണ്. അച്ഛ ഒന്ന് എണീക്കച്ച, എല്ലാവരോടും ഒന്ന് വരാൻ പറയാച്ച, പുറത്തേക്ക് പോയാൽ എന്താണ് സച്ചി, എന്താ കാര്യം, അതൊക്കെ പറയാം, അച്ഛൻ ഒന്ന് വായോ എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ രവിയേട്ടനും വീട്ടിലുള്ള ആളുകളൊക്കെ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് പുറത്തേക്ക് വരികയാണ്. ആ ഒരു രംഗം കണ്ടിട്ട് രവിയേട്ടനൊക്കെ ഞെട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകേഷേ പൊക്കടാന്ന് പറയുന്നത്. മകേഷ് പൊക്കുമ്പോൾ കട അങ്ങനെ പേര് വരികയാണ് കടയുടെ, ചന്ദ്രമതി ഫ്ലവേഴ്സ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ രവിയേട്ടന് സന്തോഷം. സച്ചി താകോർത്തോടാ, എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതിക്ക് അങ്ങോട്ട് തീരെ പറ്റില്ല. അതുപോലെ തന്നെ ശ്രുതിയുടെ മോന്തൊക്കെ വല്ലാതായി. വർഷയ്ക്കും ശ്രീകാന്തിനൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ വർഷയാണ് ആ കട ഉദ്ഘാടനമൊക്കെ ചെയ്യണത്. ചന്ദ്രമതിയൊക്കെ ഭയങ്കരമായിട്ട് അത് എതിർക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെറുതായിട്ടൊരു പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.